അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവരെയും ഇവിടെ വെൽക്കം ചെയ്യാം. ട്രിവാൻഡ്രം ടൊവിനോയ്ക്ക് ഒരു ഹൈ പോരെ. ഹരീഷ് കമൻ സാറിനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഒരു ക്ലാപ്പ് കൂടി കൊടുക്കുക. வணக்கம் சார். வணக்கம். ரொம்ப நேரமாக நம்ம எல்லாரும் வெயிட் பண்ணிட்டே இருக்கோம். இப்போ நான் அந்த நேர വ്യത്യാസം ഭയങ്കര அந்த നേര വ്യത്യാസം സാർ എനിക്ക് ഭയങ്കര ആഗ്രഹം സാർ. കൽക്കി മൂവി കണ്ട നാൾ മുതൽ തമിഴ് പറയണം അല്ല തമിഴിൽ ഞാൻ ബേസിക്കിട്ട് ഇരിക്കും സാർ. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ആ ട്വിസ്റ്റ് മലയാളിയാണ്. ഹലോ ട്രിവാൻഡ്രം. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോളജീസ്, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതിന് ഫോർ സെവറൽ റീസൺസ്. താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തതിന്. ഇന്നത്തെ ഈ ARന്റെ ട്രെയിലർ ലോഞ്ച് ഇതുവരെ പുറത്ത് എവിടെയും കണ്ടിട്ടില്ല. ടീസർ മാത്രമേ വന്നിട്ടുള്ളൂ. ട്രെയിലർ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവുക. സോ ഇതിനെ ഇത്രയും സ്പെഷ്യൽ ആക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ. ARM ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ആൻഡ് യു ഷുഡ് വാച്ച് ഇറ്റ് ഇൻ 3D. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. മധുപാൽ സാറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം സർ. മധുപാൽ സാർ വെൽക്കം സർ. നമസ്കാരം. ഇതൊരു സാധാരണ സിനിമ ആയിരിക്കില്ല, ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു അൺയൂഷ്വൽ ആയിട്ടൊരു ക്യാരക്ടർ ജിതിൻ തന്നിട്ടുണ്ടെന്നുള്ളത്. ടൊവിയുടെ കൂടെ ടൊവിയോടൊപ്പം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ടൊവിയുടെ കൂടെ ഒന്നിച്ച് അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു സിനിമ കൂടിയാണ്. എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു 3D ഫിലിം. ഞാനിതിൻ്റെ ഒരു തുടക്കം കുറച്ച് പോർഷൻസ് ജിതിന് എനിക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന സാധനം അതൊരു നോർമൽ ലെവലിൽ നമ്മൾ വലിയ സ്ക്രീനിൽ പ്രത്യേകിച്ച് 3D ഇമ്പാക്റ്റോടുകൂടി സിനിമ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉറപ്പായിട്ടും അത് കാണാനായിട്ട് ഈ ഓണക്കാലം നമുക്ക് ഗംഭീരമായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ടൊവിയുടെ ഒരു 3 വേഷങ്ങൾ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ ഉണ്ടാ സാധനം 3 വേഷങ്ങൾ 3 തരത്തിൽ 3 രീതിയിൽ ഒരു ആക്ടർ. ഈ ബേസിൽ പറഞ്ഞൊരു പഴയ കഥയാണ്. 3 വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് നിലകെട്ടൊരു കഥയുടെ കാര്യം പറഞ്ഞത്. പക്ഷെ അത് അത്രമേൽ മനോഹരമാക്കിയിട്ട് ടൊവി ചെയ്തിട്ടുണ്ട് എന്നത്. കാരണം അത് നിങ്ങൾ നേരിട്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. ആൻഡ് നമ്മുടെ ഹരിശങ്കർ പാട്ടുകാരൻ, തൊട്ടതല്ല പാട്ടെല്ലാം പൊന്നാക്കി മാറ്റിയ ഹരിശങ്കർ, ഭയങ്കര സന്തോഷമുണ്ട്. ഹരി നമ്മുടെ അജയൻ്റെ 2ാം വർഷം ഒരു ഫാമിലിയാണ്. ഇതിനെ നേരത്തെ അറിയാവുന്നതാണ്. പറഞ്ഞോളൂ എക്സ്പീരിയൻസ്. നമസ്കാരം ട്രിവാൻഡ്രം. എൻ്റെ സ്വന്തം നാട്ടിൽ ARMൻ്റെ പ്രൊമോഷന് പാർക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന അവൻ്റെ ആദ്യത്തെ മൂവിയാണ്. സോ ജിതിൻ ലാൽ, വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം അടിപൊളിയാവട്ടെ. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ട്രെയിലറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിയിൽ നിന്ന് കണ്ടു. എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല, റിയലി പൊളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട് വളരെ അമേസ്ഡായി. എല്ലാവർക്കും തീർച്ചയായിട്ടും ടൊവിയുടെ ഇതുവരെയും കാണാത്തൊരു 3 ക്യാരക്ടേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ഓൾ ദ ആക്ടേഴ്സ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ട്രെയിലർ കാണാം. ആൻഡ് ഇതിലൊരു പാട്ട് പാടാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എഗെയിൻ വിത്ത് ദ മാൻ ടൊവിനോ ഹിംസെൽഫ്. സോ ഞങ്ങളുടെ കോമ്പിനേഷൻ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. എല്ലാവരും പാട്ടിനും വെയിറ്റ് ചെയ്യുക. സോ താങ്ക് യു ഓൾ. വിഷ് ഓൾ ദ ബെസ്റ്റ് ജിതിൻ ലാൽ. അതെ, ആക്ച്വലി സിനിമയുടെ ടീസറൊക്കെ ഇറങ്ങിയായിരുന്നു. ട്രെയിലർ ഇപ്പം ഇവിടെ വെച്ചിട്ട് ഗ്രാൻഡ് ലോഞ്ചായിട്ട് നടത്തുകയാണ് ഒരുപാട് വെച്ചിട്ട്. പക്ഷെ പാട്ടൊന്നും ഇതുവരെയായിട്ടും പുറത്തൊന്നും വിട്ടില്ല, വന്നിട്ടില്ല. നമുക്ക് ഒന്ന് പാടിത്തരാമോ ആ സിനിമയിലെ പാട്ട് 2 വരി? എൻ്റെ അടുത്ത് നിന്ന് പാടണ്ടെന്നാണ് പറഞ്ഞത്. അത് വേറൊന്നുമല്ല, എൻ്റെ ഓഡിയോ ഒഫീഷ്യലി റിലീസായിട്ടില്ല. സോ മൂളാമോ? മൂളണോ? യെസ്. ഓക്കെ, ഇതിൽ ഞാനൊരു സ്കോറിൽ പാടിയിട്ടുണ്ട് ഒരു സീനിൽ. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹം ചെയ്യും.
എന്തായാലും നമ്മുടെ ഡയറക്ടറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഡയറക്ടർ ജിതിൻ ലാൽ. ട്രിവാൻഡ്രംകാരനാണ്, ഒരു കയ്യടിയൊക്കെ കൊടുക്ക്. ഹലോ ട്രിവാൻഡ്രം, എല്ലാവർക്കും എന്താണ് തോന്നിയത് ട്രെയിലർ കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടില്ലേ? അതെ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് ജനിച്ചതും വളർന്നതും. എൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, ചേച്ചി എല്ലാവരും ഇവിടെ ഉണ്ട്. ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഇങ്ങനൊരു ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് 3Dയിൽ തന്നെ കാണണം. നിങ്ങൾ ഇതുവരെ ആരും കാണാത്ത ഒരു 3 ടൊവിനോ ആയിരിക്കും ARMൽ ഉള്ളത്. ഞാനും സുജിത്തേട്ടനുമായിട്ട് ഒരു 8 വർഷത്തെ ജേണിയാണ്, 8 വർഷത്തെ സ്വപ്നമാണ് നിങ്ങൾ ഇപ്പോൾ ഈ ട്രെയിലറായിട്ട് കണ്ടത്. ഇനി ഓണത്തിന് എല്ലാവരും ഈ സിനിമ 3Dയിൽ തന്നെ കാണണം. പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാവരും ഉണ്ട്, ടെക്നീഷ്യൻസ് എല്ലാവരും. ഇതൊരു ഭയങ്കര ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ മാഹിൻ, ഞാനും മാഹിൻ ഒരുമിച്ച് പഠിച്ചതാണ്. അവൻ ആങ്കറായിട്ട് എൻ്റെ സിനിമയുടെ ട്രെയിലർ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. രാവിലെ വിളിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ആളെ, ഞാൻ ഇന്ന് ട്രിവാൻഡ്രം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അളിയ എവിടെയാണ്? ഞാൻ ലുലു മാളിലുണ്ട്. ഞാൻ അവിടെ ഒരു ലോഞ്ച് ഉണ്ട്. ഏത് ലോഞ്ച് എന്ന് പറഞ്ഞപ്പം ARMൻ്റെ. അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. അതെ, പ്രൗഡ് മൊമെന്റ് ആണ് ആക്ച്വലി. അവൻ്റെ ഒറ്റ ലക്ഷ്യം സിനിമ, അളിയൻ്റെ ഒറ്റ ലക്ഷ്യം സിനിമ, സിനിമ, സിനിമ. അതിനൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. എല്ലാവരും തുടങ്ങുന്നത് ഒരു ചെറിയ പടത്തുനിന്നാവാം, ചെറിയ ചെറിയ പടത്തുനിന്നാവാം. പക്ഷേ എല്ലാവരെയും പോലെ ഞാൻ വളരെ സാധാരണമായിട്ട് ഞാൻ ഇവിടുന്ന് തുടങ്ങിയതാണ്. ടൊവിനോയുടെ പടം 7-8 വർഷത്തെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ടൊവിനോയുടെ മാറ്റങ്ങൾ ഇത്രയും കാലത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ടൊവി ഒരു ഭൂതറ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ മൊയ്തീൻ വർക്ക് ചെയ്തു, ഗോത വർക്ക് ചെയ്തു, കൽക്കി വർക്ക് ചെയ്തു. അന്ന് ഇത് പറഞ്ഞായിരുന്നു, തറക്കല്ലിട്ടായിരുന്നു ഈ സംഭവം ഇങ്ങനെ വെച്ച് ചെയ്യണം. അല്ല, ഗോതയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടന്നു. ഇനി പ്രേക്ഷകരാണ് പറയുന്നത്, ഇവരെല്ലാം പറയുന്ന തള്ളൊന്നും കേട്ട് വിശ്വസിക്കേണ്ട. ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതെ, അമിത പ്രതീക്ഷ വെച്ചോളൂ, അടുത്ത സിനിമയ്ക്ക് വയ്ക്കാം. പക്ഷേ ഈ സിനിമ എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് കണക്ക് കൂട്ടിയിട്ട് എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സുരഭിയെ നമുക്ക് വെൽക്കം ചെയ്യാം. സുരഭി, ARMനെ പറ്റിയിട്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ തിരുവനന്തപുരത്തിന് വലിയൊരു പങ്കുണ്ട്. ഞാൻ ആദ്യമായിട്ട് അമൃത TV ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയ്ക്ക് ഇവിടെ തമ്പാനൂർ ഇറങ്ങിയപ്പോൾ എന്നെ എന്തെങ്കിലും ഒരു നടിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായി സീരിയലിൽ അഭിനയിച്ചതും തിരുവനന്തപുരത്താണ്. പിന്നെ കോഴിക്കോടൻ ഭാഷയൊക്കെ അങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്ന് ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ അഭിനയിച്ചിട്ടുള്ള മിന്നാമിനുങ്ങ് എന്ന സിനിമയ്ക്കാണ് എനിക്ക് നാഷണൽ അവാർഡും കിട്ടിയത്. അതുകൊണ്ട് തിരുവനന്തപുരം എൻ്റെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്ഥലമാണ്. താങ്ക് യു ട്രിവാൻഡ്രം. ഇതെൻ്റെ ഒരു ഭാഗ്യ മണ്ണും കൂടിയാണ്. അത് എൻ്റെ അടുത്ത സിനിമയായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അടുത്ത പ്രതീക്ഷയാണ് ARM എന്ന സിനിമ. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടൊവിയുടെ ഒരു പെയറായിട്ട് സുന്ദരിയായ കൃതിയും അതോടൊപ്പം മറ്റൊരു സുന്ദരിയായിട്ടുള്ള ഐശ്വര്യ രാജേഷിനോടൊപ്പം എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ പ്രിയ ഡയറക്ടർ ജിതിൻ. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഒരു ബോക്സറൊക്കെ ഇട്ട് അതിൽ കുട്ടിയായിട്ട് ഓടി നടന്നിരുന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് തോന്നി ഇദ്ദേഹം ഭാവിയിൽ ചിലപ്പോൾ ഒരു സിനിമ എടുത്തേക്കാം. അപ്പം തന്നെ ഞാൻ ചാൻസ് ചോദിച്ചു, അതെ സിനിമയൊക്കെ എടുക്കുമ്പോൾ എന്നെയൊക്കെ വിളിക്കും. അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നായികയായിട്ടാണ് എന്നെ വിളിച്ചത്. അതിൽ വളരെ സന്തോഷം. താങ്ക് യു ടൊവി. പിന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ടൊവിയുടെ ഒരു അടുത്ത സ്റ്റേജും കൂടിയാണ്. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ, ഫിസിക്കലി മെൻ്റലി ഒക്കെ അദ്ദേഹം വളരെയധികം ട്രെയിൻ ചെയ്തിട്ടുമുള്ള ഒരു സിനിമ കൂടിയാണ് ARM എന്നുള്ള സിനിമ. ആ സിനിമയുടെ ഈ ഒരു വലിയ എല്ലാ ഭാഷകളിലും വരുന്ന ഈ ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദി. എനിക്ക് ഒട്ടും വലിയ പ്രയാസമൊന്നുമില്ലാതെ ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത്
സുജിത്തേട്ടൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യന്മാർ, ജോമോൻ ചേട്ടൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ ഇദ്ദേഹമാണ് പല ഓപ്ഷനുകൾ ഉണ്ടായിട്ടും സുരഭി തന്നെ മതി എന്ന് ഒന്ന് ആദ്യം ഉറപ്പിച്ചത്. അതിനുള്ള നന്ദിയും കൂടെ അറിയിക്കുകയാണ്. താങ്ക് യു ടോവി. നല്ല രീതിയിൽ ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. എനിക്ക് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മണിയൻ എന്നുള്ള കഥാപാത്രത്തിൽ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. അദ്ദേഹം അത്രയും എന്താ പറയുക, ഗംഭീരമായിട്ട് ആ ഒരു എനർജി എനിക്ക് തന്നതിന് നന്ദി. താങ്ക് യു എല്ലാവരോടും. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് പെട്ടെന്ന് എന്നെ പറയുന്നത്. താങ്ക് യു ട്രിവാൻഡ്രം. നിങ്ങൾ എല്ലാവരും ഈ ഒരു ഞങ്ങളുടെ ജിയോദികാവിൻ്റെ കൂടെ സെപ്റ്റംബർ 12-ാം തീയതി ഉണ്ടാവില്ലേ? താങ്ക് യു. സുരഭി ഇട്ടേക്കുന്ന ചുരിദാർ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. അതിന്റെ പുറകിലൊരു ഡിസൈൻ ഭയങ്കര രസമായിട്ടാണ്. അത് ARMന്റെ മ്യൂസിക് ഇട്ടാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് തിരിയാം. ARMന്റെ മ്യൂസിക് ഇട്ടാൽ സുരഭി ആ ചുരിദാറിന്റെ പുറകുവശത്ത് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം കാണാൻ പറ്റും. ഒരു മ്യൂസിക് പ്ലീസ്. ഇല്ലേ? ARMന്റെ മ്യൂസിക്. അത് ഡയറക്ടർ ജിതിൻലാലിന്റെ കൂടെ ഒന്ന് റാമ്പാക്കിയത്. ഇത് ആരാ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്? ഇത് ഫിനു ലക്ഷ്മി അഖിൽ ഓമിക എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു ബുട്ടീക്കാണ്. ഇവരെല്ലാവരും പ്രൊമോഷന്റെ ദിവസം ഇവിടെ ARM പ്രിന്റ് അടിച്ചു വന്നു. അപ്പൊ ഞങ്ങളെല്ലാവരും ചുരിദാറിട്ട് വന്ന് അന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് ട്രെയിലറിന്റെ അന്ന് കാണാന്ന് പറഞ്ഞ് കൊത്തുപണികൾ എടുത്തതാണ്. ഈ കുതിരപ്പുറത്ത് ഓടുന്നത് ടൊവിനോ ആണ്. 3 ദിവസം കൊണ്ടാണ് അദ്ദേഹം കുതിരയോട്ടം പഠിച്ചത്. ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഈ കുതിരയെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് നായിക നമുക്ക് വെൽക്കം ചെയ്യാം. Thank you so much. Namaskaram Trivandrum. Sorry என்னால அவ்வளோ மலையாளம் லேர்ன் பண்ண முடியல. ஆனால் இன்னைக்கு I've learned 2-3 lines and come. Please bear with me. Jitin, I wanted to be here to correct me. ഈ ഓണത്തിന് ഞങ്ങളുടെ സിനിമ അജയൻ്റെ 2ാം മോഷണം വരികയാണ്. എല്ലാവരും കാണണം. എൻ്റെ ആദ്യത്തെ മലയാളം സിനിമയാണ്. എന്റെ പൊന്നെ, ഇത് എത്ര ദിവസം കൊണ്ട് പഠിച്ചത്? And I would like to thank Srijit also for helping me with all my... I need to call my friend, associate ശ്രീജിത്ത് ആൻഡ് ശരത് ഓൺ സ്റ്റേജ്. അവർ 8 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇന്നതിൻ്റെ മൊയ്തീനിൽ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ മുതൽ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന 1-2 പേരും കൂടെ ഉണ്ട്. അരവിന്ദും എൻ്റെ അസിസ്റ്റൻസ് അരവിന്ദും ഫയാസ്, ശ്രീലാലേട്ടൻ, മൊയ്തീൻ്റെ, അതായത് എനിക്ക് പണി പഠിപ്പിച്ചു തന്ന ചീഫ് അസോസിയേറ്റ് ആണ്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഞാൻ അസോസിയേറ്റിൻ്റെ പണിയെടുത്തപ്പോൾ അതെല്ലാം പഠിപ്പിച്ചു തന്നത് ശ്രീലാലേട്ടനാണ്. പിന്നെ ശ്രീലാലേട്ടൻ ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ് ആണ്. പിന്നെ അതേപോലെ മൊയ്തീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് അപ്പുറത്തോട്ട് പോയത് കുഞ്ഞിരാമായണത്തിലായിരുന്നു. ആ സിനിമയിലെ അസോസിയേറ്റ് ആയിരുന്നു ടിമ്പിലേട്ടൻ. ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. കാരണം പുള്ളിനെ ക്രിയേറ്റീവ് ഡയറക്ടർ ആക്കാം എന്ന് പറഞ്ഞത് അടുത്തത് ഞങ്ങളൊരു ടിബിലേട്ടനെ സംവിധായകനാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അസോസിയേറ്റ് പണിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റീവ് ഡയറക്ടർ ആക്കിയതാണ്. അതുകൊണ്ട് ടിബിലേട്ടൻ. I really want to, more than anybody, I want to wish Jitin most because not just my first Malayalam film, it's your first Malayalam film also. And first day வந்து எனக்கு இருக்கிற ஒரு எக்ஸைட்மெண்ட் மேட்ச் பண்ணது ஜிதின் தான். And the way the whole set welcomed me into this industry, into their set with so much warmth, I can't thank everybody enough. ஆக்சுவலி இந்த ஸ்கிரிப்ட் கேட்கும்போது ஃபர்ஸ்ட் டைம் ஓகே பண்ணிருக்கோம். ஓகே நிஷா நல்ல கேட்க இல்லை ஆக்சுவலாக ஓகே இல்லை என்னால் சொல்லவே முடியல. அந்த மாதிரி ஒரு ஸ்கிரிப்ட் எப்படிடா? ஓகே சுஜித் எட்டின், தேங்க்யூ ஸோ மச் சுஜித் எட்டின். ஆக்சுவலாக இந்த மாதிரி ஒரு கேரக்டரைசேஷன், இந்த மாதிரி ஒரு நல்ல ஸ்டோரி, இட்ஸ்
so immersing. I think it's a wonderfully written story. It was so exciting for me to play. And I want to thank all the technicians. Actually, எப்போவுமே மலையாளம் சினிமாவில் வந்து ஒரு 1 ஷெட்யூல் இல்லைன்னா 2 ஷெட்யூல்ஸ் வந்து ஒரு ஃபில்ம் முடிஞ்சிடும். அது பண்ணுறது வந்து ரொம்ப ரொம்ப டிஃபிகல்ட் டெக்னிக்கலி. ஸோ I saw how hard the technicians, the crew work. So I really want to thank all of them who inspired me so much. Jomon Chetta is not here today, but I would like to thank Jomon Chetta also. And Toby, I think there are 2 types of actors. One is people who are blessed, and the other some people who work hard. I think you are both. And I've said this before. I think Toby is one of the greatest actors of our generation. And I hope this film takes you to more greater heights. Thank you so much everyone for coming here today. And I'm really waiting to see the energy from Malayalam audience. Thank you very much. And finally, നമ്മളേവരും കാത്തിരുന്ന ഒരു moment നമുക്ക് വെൽക്കം ചെയ്യാം. റെഡി? ടോവിനോ തോമസ്. ഹലോ ട്രിവാൻഡ്രം. ഞാൻ നടന്നു വന്നപ്പോ ഇത് കത്തിയിട്ട് ഞാൻ പേടിച്ചില്ലല്ലോ. ബേസിലാണ് ഞാൻ പേടിച്ചത്. ഓക്കെ, ഒരുപാട് സന്തോഷം ഇതിന് ട്രെയിലർ ലോഞ്ച് ഇവിടെ വെച്ച് തന്നെ നടത്താൻ സാധിച്ചത്. ഇതിനു മുമ്പ് പലതവണ ഞാൻ ട്രിവാൻഡ്രത്ത് മൂവി പ്രൊമോഷൻസായിട്ട് വന്നിട്ടുണ്ട്. അന്നെല്ലാം ഭയങ്കരമായിട്ടുള്ള സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ ജിതിൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് എവിടെ നടത്തണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി പിടിച്ചതിന് പ്രധാന കാരണം നിങ്ങളുടെ ഈ സ്നേഹം കണ്ടിട്ട് തന്നെയാണ്. താങ്ക് യു. ഞങ്ങളെല്ലാവരും കുറേ പേര് കുറേ നാളുകളായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് AR എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമ ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൂടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ട്രെയിലർ മാത്രമാണ്, ഇതിനേക്കാൾ കുറച്ച് കാര്യമായിട്ട് അധികം ഉണ്ടാവും സിനിമയിൽ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സിനിമയിൽ ഞാൻ നന്ദി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയണം. പക്ഷെ ഞാൻ കുറച്ച് സമയമെടുത്ത് ഓരോരുത്തരായിട്ട് പറയാം. എൻ്റെ അടുത്ത് 2017 സുജിതേട്ടനും ജിതിനും കൂടെ ഈ സ്ക്രിപ്റ്റിൻ്റെ കഥ പറയുന്നത്. അന്ന് ഞാൻ ആദ്യം ഈ 3 കഥാപാത്രമൊക്കെ ഞാൻ ചെയ്ത് ശരിയാകുമോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്തുകൊണ്ട് ഈ 3 കഥാപാത്രങ്ങൾ ഞാൻ ഈ സിനിമയിൽ ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തിയ അന്ന് ഞാൻ പറഞ്ഞതുപോലെ മറ്റു 2 ആർട്ടിസ്റ്റുകളെ കൂട്ടി നമുക്കത് മൾട്ടി സ്റ്റാറിനാക്കാം എന്ന് ഞാൻ പറഞ്ഞ ഓപ്ഷനുകൾ സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കരിയറിൽ 3 വേഷം ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാവുക പോലും ഉണ്ടായിരുന്നു. അതിനാദ്യം തന്നെ ഭയങ്കരമായിട്ട് നന്ദി. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഒരു സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ മധുവത്സാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു കുപ്രസിദ്ധ പയ്യൻ. അതിനുശേഷം പല സിനിമകളിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നും വളരെ സ്നേഹത്തോടെയും വളരെ പോസിറ്റീവ് എനർജിയോടെയും കൂടെ എന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും നല്ല ഒരു വെൽവിഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയനന്ദി. പിന്നെ ഞാൻ ഈ ഓർഡറിലാണ് പറയുന്നത് സുരഭി. ഞാൻ ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ അല്ല ABCD അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, ഒരു ഷൂട്ടില്ലെങ്കിലും ഞാൻ അവിടെ പോയി ലൊക്കേഷനിലൊക്കെ വന്നിരിക്കുമായിരുന്നു. അന്ന് അവിടെ അഭിനയിക്കാൻ വന്നിട്ട് എന്നെ റാഗ് ചെയ്തിരുന്ന എൻ്റെ സീനിയർ ആർട്ടിസ്റ്റാണ്. ആ സീനിയർ ആർട്ടിസ്റ്റിനെ ഞാൻ നായികയാക്കി പ്രതികാരം. അതുപോലെ കൃഷ്ണേട്ടൻ, കൃഷ്ണേട്ടന് ഞാൻ വാശിയിൽ ഒരുമിച്ച് അഭിനയിച്ചു, ഇതിലും ഒരുമിച്ച് അഭിനയിച്ചു, ഞങ്ങൾ ഡോക്ടർ വിജയന്റെ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിലൊന്നാണ്. എന്നും നമ്മൾ സിനിമകളെ പറ്റിയിട്ടൊക്കെ എൻ്റെ സിനിമയൊക്കെ കഴിയുന്ന സമയത്ത് അത് വിളിച്ച് എന്നോട് അഭിപ്രായം പറയുന്ന, വളരെ സത്യസന്ധമായിട്ട് എന്നെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്ന കാര്യമില്ലാത്ത ആളുകളാണ്, എന്നോട് സ്നേഹമുള്ള ആളുകളാണ്. അത് കാരണം കൊണ്ട് കൃഷ്ണേട്ടനോടും നന്ദി. കൃതി talking in Malayalam, but hope you understand. As you understood, Surabhi's Malayalam. I'll also try to be expressive like that. സുരഭിയുടെ മലയാളം മാത്രമേ ഇവിടെ മനസ്സിലാവുന്നുള്ളൂ എന്നാണ് കൃതി പറയുന്നത്. അത് അത്ര എക്സ്പ്രസീവ് ആയതുകൊണ്ട്. ഓക്കെ, കണ്ട അവരെ തമ്മിൽ സെറ്റാക്കി. അപ്പോൾ കൃതി ഈ സിനിമയിൽ വരുന്ന സമയത്ത് ഇതിൽ അജയന്റെ പേരായിട്ടാണ് കൃതി ഉള്ളത്.
ഇപ്പം നിങ്ങൾ കണ്ടില്ല എത്ര പെട്ടെന്ന് കൃത്യം മലയാളം പഠിച്ച് മലയാളത്തിൽ പറഞ്ഞതെന്ന് കണ്ടില്ല. അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും ഏറ്റവും വലിയ അനുഗ്രഹം. കാര്യം ഒരു അന്യഭാഷ നടിയാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ മലയാളത്തിൽ സംസാരിച്ച് ഞങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നന്ദി. ജിതിൻ, ഇവിടെ 2 ജിതിനുണ്ട്. അതിൽ ജിതിൻ പുത്തഞ്ചേരിലേക്ക് ഞങ്ങൾ കൂതറ എന്ന് പറയുന്ന സിനിമയിൽ ജിതിൻ കുറച്ചാൾ അസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അത് കൂടാതെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള തരംഗം തുടങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. പിന്നെ ഈ സിനിമയിലും നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി സന്തോഷവും സങ്കടവും വരുമ്പോൾ പങ്കുവയ്ക്കാൻ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ള ഒരു സുഹൃത്താണ് ജിതിൻ. ജിതിനും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഹരീഷേട്ടാ വിളിച്ചു നിൽക്കല്ലേ, വാ. ഹരീഷേട്ടനും ഇതുപോലെ മായാനദിയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സീനുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗുകളില്ലാതെ തന്നെ അഭിനയിക്കുകയാണെന്ന് പോലും തോന്നാതെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണ്ണുകൾ കൊണ്ട് വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയും എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഗംഭീര ആക്ടറാണ്. ശരിക്കും ഇവിടെ ഉള്ളൊരു പാൻ ഇന്ത്യൻ ആക്ടർ പുള്ളിയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാത്തിലും അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ ഹരീഷേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഹരീഷേട്ടൻ ഈ ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം അഭിനയിച്ചവരാണ് മിസ്റ്റർ സഞ്ജയ് ശിവറാം. ഞങ്ങളും ഈ പറഞ്ഞ പോലെ മൺസൂൺ മാംഗോസ് എന്നുള്ളൊരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു 10-40 ദിവസം ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ അമേരിക്കയിൽ. അപ്പോൾ അന്ന് മുതലുണ്ടായിട്ടുള്ള സൗഹൃദമാണ് ഇന്നും ഒരു തരി പോലും കുറയാതെ ഇരട്ടിയായിട്ട് ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട്. നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കൂടെയുള്ളത് വലിയ സന്തോഷമാണ്. താങ്ക് യു സർ. ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് കാണുമ്പോൾ. ഞാൻ ഇപ്പോൾ പറയാന്ന് വെച്ചാൽ അന്ന് നിങ്ങൾ ഒരു 9 വർഷത്തിന് മുമ്പ് ഒരു റൂമിൽ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തമിഴ് സിനിമ, മറ്റ് ലാംഗ്വേജ് സിനിമകളെ കണ്ടിട്ട് ഇതുപോലൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ടൊവി ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും സത്യം പറയാൻ ഭയങ്കരമായിട്ട് നമുക്ക് സുഹൃത്തുക്കളുടെ രീതിയിൽ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ സിനിമ ടൊവി ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ്. ടൊവിയുടെ ലൈഫിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ സിനിമയാണ്. ഇനിയും വലിയ സിനിമകൾ ചെയ്യായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട ഒരു സിനിമ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ ആക്ടേഴ്സ് കഴിഞ്ഞിട്ട് ഇത് ശിവരാജ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പല രാത്രികളിലും അടികൂടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന പരിപാടികൾ. ശിവരാജനും ഈ സിനിമ വലിയ ഗുണമാകട്ടെ. ഇനിയും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗം. പടം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് ഈ സിനിമ 3Dയിൽ ഷൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നൊക്കെ നിങ്ങളോട് പറയുകയും അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരമായിട്ടും ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നാണ് കൂടുതൽ ചെയ്തിട്ടുള്ള ആളാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ പ്രൊഡ്യൂസർ അല്ല, ഞാൻ ഒരുപാട് പേര് തീർത്തിട്ട് ഞങ്ങൾ പിന്നെ എനിക്ക് ഏറ്റവും യോജിക്കുന്ന ശബ്ദമാണെന്ന് തോന്നുന്നു. ഹിറ്റ് കോമ്പമാണ് അത്രേ. ഞാൻ അതൊരിക്കലും എൻ്റെ മേന്മയല്ല, ഹരിയുടെ ശബ്ദവും ഹരിയുടെ കഴിവുമാണ്. ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഹരി എൻ്റെ നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഹരി. ഓൾ ദ ബെസ്റ്റ്. ഈ ലാസ്റ്റ് പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ബേസിലുണ്ട്. അവൻ അഭിനയത്തിൻ്റെ തിരക്കാണ്. ആ സിനിമയുടെ പ്രൊഡ്യൂസറെ ഞാൻ ഏതാണ്ട് അവനെ ശല്യപ്പെടുത്തിയില്ല, അഭിനയിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അവൻ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പോൾ വരെയും ഇതിന് കൂടെ നിൽക്കുകയും പണം കൊടുക്കുകയും ചെയ്തിട്ടുള്ള മാജിക് ഫ്രെയിംസും നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്റ്റൻസ് സ്റ്റീഫനും അദ്ദേഹത്തിന് ഇന്നോട് വരാൻ സാധിച്ചില്ല. പക്ഷെ തീർച്ചയായിട്ടും ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ചുമരാണ് ഡിസ്റ്റൻസ് സ്റ്റീഫൻ. താങ്ക് യു സോ മച്ച്.